ഇടുക്കിയിലെ തോട്ടം മേഖല എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള മേഖലയാണ്. അവിടെ MLA മാർ പലതവണ വിജയിച്ചു വരുന്നത് CPM-ൽ നിന്നാണ്. ഇപ്പോൾ അങ്ങനെ വിജയിച്ചു വന്ന മുൻ MLA തന്നെ BJP പാളയത്തിലെത്തി. ഇന്നലെ ഒരു മൂന്നാറിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് പേരാണ് BJPക്ക് അനുകൂലമായി എത്തുന്നത്. കേരളത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ ഈ തോട്ടം മേഖലയിലെയും രാഷ്ട്രീയ സ്വഭാവം മാറുകയാണ്. CPM-ന് അതിശക്തമായ പേരുള്ള ഒരു പ്രദേശം തന്നെയാണ് ഇടുക്കി, അല്ലെങ്കിൽ ദേവികുളം ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. അതുപോലെ തന്നെ CPI-ക്കും വേറുള്ള സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. പീരുമേട് മുതലുള്ള സ്ഥലങ്ങളൊക്കെ CPI-ക്ക് വേറുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ CPI-യും CPM-നും സംഘടനാപരമായ ബലം നല്ലപോലെ ഉണ്ട്. പിന്നെ ഇവിടെ ട്രേഡ് യൂണിയനുകൾ വളരെ ശക്തമാണ്. INTUC ആയാലും CITU ആയാലും AITUC ആയാലും വളരെ ശക്തമായ പേരുള്ള സ്ഥലമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ട്രേഡ് യൂണിയൻ രംഗത്തെ ഒരു പ്രഗത്ഭനായ രാജേന്ദ്രനെ CPM സ്ഥാനാർത്ഥിയായിട്ട് മുമ്പ് മത്സരിപ്പിച്ചത്. CPM സ്ഥാനാർത്ഥിയായിട്ട് രാജേന്ദ്രൻ മത്സരിച്ചപ്പോഴൊക്കെ നല്ല വിജയം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ വോട്ട് പിടിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 2021 അദ്ദേഹം തെറ്റി. CPM-ഉമായിട്ട് അതിനു മുമ്പേ തെറ്റില്ലായി എങ്കിലും CPM-നോട് പൂർണ്ണമായും തെറ്റിയത് 2021 അങ്ങനെ CPM 2021 അവിടെ പുള്ളിക്കാരനെ രാജേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയില്ല. അതിന് പകരം D രാജയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. എങ്കിലും D രാജയ്ക്ക് മികച്ച വിജയം അവിടെ കൈവരിക്കാൻ കഴിഞ്ഞു. 59,049 വോട്ട് D രാജയ്ക്ക് നേടാൻ കഴിഞ്ഞു. 1,60,000 വോട്ടുണ്ടെങ്കിലും പോൾ ചെയ്യുന്നത് പലപ്പോഴും 1,10,000 അതിന് താഴെയൊക്കെയാണ് പോൾ ചെയ്യാറ്. 1,59,049 വോട്ടാണ് കിട്ടിയത്. എതിരായിട്ട് മത്സരിച്ച D കുമാറിന് 51,201. അത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. അവിടെ BJP അത്തവണ പിടിച്ചത് 4,717 വോട്ട്, അതായത് 5,000 അടുപ്പിച്ചു. അപ്പോൾ BJPക്ക് അവിടെ അത്രേ ഹോൾഡ് ഉള്ളൂ എന്നുള്ളത് വ്യക്തമാണ്. അതിന് മുമ്പത്തെ തവണ 2016 ശ്രീ രാജേന്ദ്രൻ പിടിച്ചത് 49,510 വോട്ടാണ് CPM-ന് വേണ്ടിയിട്ട്. എതിരാളിയായിരുന്ന AK മണി കോൺഗ്രസിൻ്റെ 43,729, അതായത് 7,000-ലധികം വോട്ടിൻ്റെ ഡിഫറൻസ് അത് തമ്മിൽ ഉണ്ടായിരുന്നു. BJP അത്തവണ 9,592 വോട്ടാണ് പിടിച്ചത്. അപ്പോൾ 10,000 വോട്ട് BJPക്ക് അവിടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ തവണ അത് 5,000 ചുരുങ്ങി. 5,000-ൻ്റെ ഒരു 200 വോട്ടിൻ്റെ കുറവും കൂടെ. അപ്പോൾ 10,000 വോട്ട് BJPക്ക് അവിടെ സ്റ്റോക്ക് ഉണ്ട്. വേണമെന്ന് വിചാരിച്ചാൽ BJPക്ക് 10,000 വോട്ട് പിടിക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് 2016 അവർ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ 2021 വന്നപ്പോൾ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും CPM സ്ഥാനാർത്ഥിയും തമ്മിൽ വളരെ വാശിയേറിയ പോരാട്ടം നടന്നു. രാജേന്ദ്രനും ഈ CPM സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടായിരിക്കും BJP-യിൽ നിന്നും കുറേ വോട്ടുകൾ കൂടി ഈ INTUC സ്ഥാനാർത്ഥി, അതായത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി D കുമാറിന് ലഭിച്ചു. അതുകൊണ്ടാണ് D കുമാറിൻ്റെ, അതായത് കഴിഞ്ഞ തവണ AK മണി എന്ന പ്രഗത്ഭനായ സ്ഥാനാർത്ഥി 2016 നിന്നപ്പോൾ 43,729 വോട്ട് പിടിച്ച ആൾ D കുമാർ നിന്നപ്പോൾ ഈ 21 51,201 വോട്ടാണ് നേടിയത്. കൂടുകയാണ്. ഏതാണ്ട് 7,500 വോട്ട് അദ്ദേഹത്തിന് കൂടുകയാണ്. ആ വോട്ട് എന്ന് പറയുന്നത് ഈ രാജേന്ദ്രൻ്റെ കൂടെ ഇൻഫ്ലുവൻസിൽ UDF-ലേക്ക് പോയതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം രാജേന്ദ്രൻ അവിടെ തന്നെ പിണക്കിയതിൻ്റെ ചില അടിവേലകൾ ദേവികുളത്ത് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അത്രയ്ക്കും വോട്ട് കൂടിയത്. അദ്ദേഹം കോൺഗ്രസിൽ പോകണമെന്നും ആഗ്രഹിച്ചിരുന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തായാലും അവസാനം അദ്ദേഹം വന്നിപ്പോൾ ചാടിയത് കോൺഗ്രസിൻ്റെ പാളയത്തിലല്ല, മറിച്ച് BJP-യുടെ പാളയത്തിലാണ്. അതിനും അദ്ദേഹത്തിന് കണക്കുകൂട്ടലുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇന്നലെ നടന്ന പൊതുയോഗം സൂചിപ്പിക്കുന്നത്. അഭൂതപൂർവമായ ഒരു ജനക്കൂട്ടത്തെ കേന്ദ്രീകരിക്കാനായിട്ട് രാജേന്ദ്രന് കഴിഞ്ഞു ദേവികുളത്ത്. അപ്പം അത് സൂചിപ്പിക്കുന്നത് രാജേന്ദ്രന് അവിടെ ചില വേരുകൾ ഉണ്ട് എന്നുള്ളതാണ്. അല്ല, അത് നാം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാലും അറിയാം. BJP നഗരപ്രദേശങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് എത്തുന്നു. ഇപ്പോൾ തോട്ടം മേഖലയിലേക്കും അങ്ങനെ പടർന്നു പന്തലിക്കുകയാണോ? അതെ, അതിൽ ഇടുക്കിയിൽ അങ്ങനെ വേര് കിട്ടുന്ന ഒരു സ്ഥലമല്ല. പക്ഷേ ഈ ദേവികുളത്ത് ഇത്തവണ ഒരു പ്രസ്റ്റേജ് മണ്ഡലമാക്കി മാറ്റാനായിട്ട് BJP തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. BJP അവിടെ കണക്ക് കൂട്ടുന്നത് രാജേന്ദ്രൻ്റെ വ്യക്തിബന്ധങ്ങൾ, രാജേന്ദ്രൻ്റെ ട്രേഡ് യൂണിയൻ ബന്ധങ്ങൾ,
അതുപോലെ തന്നെ CPIയിൽ നിന്നും CPMൽ നിന്നും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ച് വന്ന പലരും ഇപ്പോൾ രാജേന്ദ്രൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ INTUCയുടെയും AITUCയുടെയും വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ചില വോട്ടുകൾ, പിന്നെ രാജേന്ദ്രന് ചില ബന്ധമുണ്ട് പിന്നെ CITUവിൽ പോലും, ആ ബന്ധങ്ങളും കൂടെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉദ്ദേശിച്ചാണ് ഈ ഒരു, അതായത് 3 ട്രേഡ് യൂണിയൻ്റെയും ആൾക്കാരെ പിടിക്കാൻ രാജേന്ദ്രൻ കഴിയും. രാജേന്ദ്രൻ അവിടെ ഒരു സൊസൈറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് BJPയുടെ സപ്പോർട്ടോടുകൂടി ഒരു സൊസൈറ്റി ഉണ്ടായിട്ടുണ്ട്. ആ സൊസൈറ്റിയുടെ പിന്നെ ലോണുകൾ പലർക്കും ഇപ്പോൾ നല്ല രീതിയിൽ കൊടുക്കുന്നുമുണ്ട്. പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾക്ക് എപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്, പ്രത്യേകിച്ച് ഈ വരൾച്ചയുള്ള കാലങ്ങളിൽ, അതുപോലെ തന്നെ സ്കൂൾ തുറക്കുന്ന കാലങ്ങളിലൊക്കെ ഈ സാമ്പത്തികമായിട്ട് അവർക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ വരുന്നതാണ്. ആ സന്ദർഭങ്ങളിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സൊസൈറ്റിയും കൂടെ അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നാം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ UDF ആയാലും BJP ആയാലും മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ രാജേന്ദ്രനെ അവിടെ കണ്ടെത്തി അവിടെ മത്സരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ്, UDFനെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ, അങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും കൃത്യമായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയാണ്. കോൺഗ്രസ് കനകോലുവിനെ തിയറി ഭംഗിയായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. കനകോലു പറഞ്ഞിരിക്കുന്നത് ഒരു 100 സീറ്റിനടുപ്പിച്ച് കോൺഗ്രസ് മത്സരിക്കണം എങ്കിലേ വിജയം നേടാൻ കഴിയുള്ളൂ. അപ്പോൾ 100 സീറ്റിൽ മത്സരിക്കുന്ന മാത്രമല്ല, 100 സീറ്റിനടുപ്പിച്ച് മത്സരിക്കുമ്പോൾ ആ 100 സീറ്റിലും കൈപ്പത്തിക്ക് അനുയോജ്യമായ സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നുള്ളതാണ്. അത് ജനങ്ങൾക്ക് അപ്പീലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണം. അത് കോൺഗ്രസ്സുകാരനായാലും കുഴപ്പമില്ല, CPM കൊണ്ടുവരാം, CPM വന്നാലും കുഴപ്പമില്ല, BJP വന്നാലും കുഴപ്പമില്ല, മറ്റേത് നിഷ്പക്ഷമായ സ്വതന്ത്ര മുഖച്ഛായയുള്ളവരായാലും കുഴപ്പമില്ല, മണ്ഡലത്തിൽ സമ്മതനായിരിക്കണം എന്നുള്ളൊരു തിയറി കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടായിരിക്കും അവരുടെ സ്ഥാനാർത്ഥി പട്ടിക വരാൻ സാധ്യതയെന്നാണ് അറിയുന്നത്. BJPയും അതുപോലെ, BJP തിരുവനന്തപുരത്ത് അത് വളരെ ഭംഗിയായി വിജയിപ്പിച്ചു. അതായത് തിരുവനന്തപുരത്തിൻ്റെ വിജയത്തിൻ്റെ ഒന്നാമത്തെ കാരണം നിർത്തിയ ഏതാണ്ട് 70-ഓളം വരുന്ന പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളായിരുന്നു. ആ 70-ൽ ഏതാണ്ട് 50 വിജയിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രൈക്കിംഗ് റേറ്റ് വളരെ കൂടുതലായിരുന്നു BJPക്ക് ഇവിടെ. ആ സ്ട്രൈക്കിംഗ് റേറ്റാണ് അവർ ഇനിയുള്ള 40-ഓളം മണ്ഡലങ്ങളിലും, അതായത് അവർ A ക്ലാസ് ആയിട്ട് കാണുന്ന 40-ഓളം മണ്ഡലങ്ങളിൽ അവർ പ്ലാൻ ചെയ്തു. അതിലൊന്നാണ് ഈ ദേവികുളം എന്ന് പറയുന്നത്. ദേവികുളത്ത് ഇത്തവണ ഈ പിണറായി സർക്കാർ മൂന്നാമത് വരുമെന്ന് അവർ പലതവണ ആവർത്തിക്കുമ്പോഴും സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടുപേരും ഗ്രൗണ്ടിലിറങ്ങി മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയാണ്. CPM അങ്ങനെ ഒരു നീക്കങ്ങളൊന്നും നാം കാണുന്നില്ലല്ലോ. CPMന്റെ നീക്കങ്ങൾ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അത് നമ്മൾ വിചാരിക്കാത്തതാണ്. CPMന് ഇത്തവണ 59 സീറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടുകൾ എണ്ണി നോക്കുമ്പോൾ 59 നിയോജകമണ്ഡലങ്ങളിൽ ലീഡുണ്ട്. ഒരെണ്ണത്തിൽ BJP, അങ്ങനെ 60. അപ്പുറത്ത് കോൺഗ്രസിന് 80. അപ്പോൾ CPM കാണുന്നത് ഒരു 10 സീറ്റ് UDFൽ നിന്ന് LDFിലേക്ക് മാറിയാൽ 70 ആയി, പിന്നെ ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതായേ ഉള്ളൂ. അപ്പോൾ 10 സീറ്റെങ്കിലും നിർണായകമാണ്. ആ 10 സീറ്റ് CPMന് കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ UDFൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് അവരുടെ വിജയം എന്നാണ് അവർ കാണുന്നത്. അപ്പോൾ അതിന് അവർ കണക്ക് കൂട്ടുന്നത് ഉടുമ്പൻചോല 169 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ CPMും കോൺഗ്രസും തമ്മിൽ. അതുപോലുള്ള കുറേ മണ്ഡലങ്ങളുണ്ട്. 1000-ന് താഴെ വോട്ടുള്ള ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, പിന്നെ ഏറ്റുമാനൂർ, ഇങ്ങനെ കുറേ മണ്ഡലങ്ങൾ 1000-ന് താഴെ. അതിങ്ങനെ ഏതാണ്ട് തൃശ്ശൂർ വരെ വരുന്ന ചില പ്രദേശങ്ങളിൽ ഉണ്ട്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരുന്ന ചില പ്രദേശങ്ങളിൽ 1000-ന് താഴെ വോട്ടിൽ UDF ലീഡ് ചെയ്തിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ ഫോക്കസ് ചെയ്താൽ 10 സീറ്റും കൂടെ പിടിച്ചാൽ ഈ 59, 10, 69, പിന്നെ 1-2 സീറ്റുകളും കൂടെ ആയാൽ ഭൂരിപക്ഷത്തിനുള്ളതായി. അതിലും അപ്പുറം പിടിക്കണമെന്ന രീതിയിൽ അവർ നോക്കുന്നത്. അവരൊരു 3000 വോട്ടിന് താഴെയുള്ള ലീഡുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഇപ്പോൾ അവർ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ വിധത്തിൽ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടൈറ്റായിട്ടുള്ള ഫൈറ്റാണ്. കോൺഗ്രസ് ഉഗ്രമായ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെങ്കിൽ, അതുപോലെ പ്രവർത്തനം ലോക്കൽ തലങ്ങളിൽ കേന്ദ്രീകരിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. വെറും അയ്യപ്പതന്ത്രം മാത്രം കൊണ്ട് ഇത്തവണ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനാണ് CPM ഇപ്പോൾ തവണ അയ്യപ്പൻ്റെ സ്വർണം കട്ടതിൻ്റെ പങ്ക് 2ആയിട്ട് വിഭജിക്കാൻ വേണ്ടിയിട്ടാണ് ചില തന്ത്രങ്ങൾ ഇപ്പം SIT കൊണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു, ഇനി ചിലപ്പോൾ ആൻ്റോ ആൻ്റണിയെ ചോദ്യം ചെയ്യുന്നിരിക്കും, ചിലപ്പോൾ ഇതിങ്ങനെ സോണിയാഗാന്ധിയിലേക്ക് ഇതിൻ്റെ ആരോ നീട്ടിക്കൊണ്ടുപോയെന്നിരിക്കും. അങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
എന്തായാലും ദേവികുളത്തേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ ദേവികുളത്ത് വലിയ ഒരു മത്സരത്തിനുള്ള കളമൊരുങ്ങുകയാണ്. 10,000 വോട്ട് BJPക്ക് സുഖമായിട്ട് അവിടെ കിട്ടുന്ന സ്ഥലമാണ്. ഇപ്പോൾ ത്രികോണ മത്സരം വന്നാൽ ഈ 50,000 ഒന്നും പോണ്ട, 55,000 52,000 ഒന്നും പോണ്ട, ഒരു 40-42 ഇടയ്ക്ക് 40,000 കിട്ടിയാലും മതി. 40,000-ഓളം പിടിക്കാൻ പറ്റുമെങ്കിൽ അവിടെ മത്സരം വിജയിക്കാനുള്ള സാധ്യതയുണ്ട് രാജേന്ദ്രൻ. അതാണ് രാജേന്ദ്രൻ കണക്കൂട്ടുന്നത്. അപ്പോൾ ഈ 3 ട്രേഡ് യൂണിയനുകളിലുള്ള തമിഴ് വോട്ടുകൾ, അതിന് ഒരുപക്ഷെ അണ്ണാമലയോ അല്ലെങ്കിൽ AIDMKയുടെ നേതാക്കളോ ഒക്കെ വന്ന് പ്രചരണം നടത്തിയെന്നിരിക്കും രാജേന്ദ്രന് വേണ്ടിയിട്ട്, BJPക്ക് വേണ്ടിയിട്ട്. അവരുടെ തമിഴ്നാട്ടിലെ സഖ്യകക്ഷിയാണല്ലോ. അപ്പോൾ AIDMK പിന്നെ അതുപോലെ അണ്ണാമലയൊക്കെ അവിടെ വന്ന് പ്രവർത്തിച്ചാൽ, പ്രചരണം നടത്തിയാൽ, ശക്തമായ ഒരു ഫോക്കസ് നടത്തിയാൽ തീർച്ചയായിട്ടും രാജേന്ദ്രന് അവിടെ ഒരു BJP കാൻഡിഡേറ്റ് ആയിട്ട് ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അവരുടെ കണക്ക്. ഈ ഇടുക്കി മേഖലയിൽ സ്ഥിരമായി ഈ അണ്ണാ DMK മത്സരിക്കുന്നതാണ്. അതെ, മത്സരിക്കുന്നതാണ്. അണ്ണാ DMKയ്ക്കും കൂടെ ചിലപ്പോൾ ചില പ്രാതിനിധ്യങ്ങൾ BJP കൊടുത്തുകൂടായില്ല. 1-2 സീറ്റുകൾ അണ്ണാ DMKയ്ക്കും കൂടെ കൊടുത്തുകൊണ്ട് ആ പ്രദേശങ്ങളിൽ ഒരു മത്സരം BJP കാഴ്ചവെച്ചാലും അതിശയപ്പെടേണ്ടതില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.